മുഹമ്മദ് ആമിർ IPLലേക്ക് വരുന്നു. ഇന്ന് ക്രിക്കറ്റ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മാധ്യമങ്ങളിലും നിങ്ങളൊരു പക്ഷേ ഈ വാർത്ത കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? പാകിസ്ഥാനി താരങ്ങൾ ഇപ്പോൾ IPLൽ കളിക്കുന്നില്ലല്ലോ. നേരത്തെ കളിച്ചിരുന്നു, പക്ഷേ പിന്നീട് പൊളിറ്റിക്കലായിട്ടുള്ളതും മറ്റുമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അവർ IPLൽ എടുക്കാറില്ല. പിന്നെ എങ്ങനെ പാകിസ്ഥാനി പേസറായിട്ടുള്ള മുഹമ്മദ് ആമിറിന് ഇവിടെ കളിക്കാൻ പറ്റും? അപ്പോൾ ഈ വാർത്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മുഹമ്മദ് ആമിർ കഴിഞ്ഞ ദിവസം ഒരു പരിപാടി പറഞ്ഞ വാക്കുകളാണ്. അതിലദ്ദേഹം പറഞ്ഞത് അടുത്ത വർഷത്തോടു കൂടി എനിക്ക് IPL കളിക്കാനുള്ള എലിജിബിലിറ്റി ആവും, എനിക്ക് അത് കളിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, ആ അവസരം ലഭിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും കളിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് 2026 മുതൽ തനിക്ക് IPL കളിക്കാനുള്ള എലിജിബിലിറ്റി ആകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം UK സിറ്റിസൺഷിപ്പ് എടുക്കാൻ പോകുന്നു, അത് കിട്ടാൻ പോകുന്നു 2026 കൂടി. അദ്ദേഹം അങ്ങനെ വരികയാണെങ്കിൽ UK സിറ്റിസൺ എന്ന നിലയിൽ ഇന്ത്യയിൽ IPL കളിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നേരത്തെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അസർ മഹ്മൂദിൻ്റെ കാര്യത്തിൽ അദ്ദേഹം UK സിറ്റിസൺ ആയതിനു ശേഷം പിന്നീട് ഇവിടെ കിങ്സ് 11 പഞ്ചാബിനും KKRനും ഒക്കെ കളിച്ചിട്ടുണ്ട്. അതേ പാതയിൽ മുഹമ്മദ് ആമിറിനും കളിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. 32 വയസ്സാണ് മുഹമ്മദ് ആമിറിന്. അദ്ദേഹം ഓൾറെഡി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ എലിജിബിലിറ്റി ഒക്കെ ശരിയാണെങ്കിലും അടുത്ത തവണ ഓപ്ഷനിൽ വരണം, ഓപ്ഷനിൽ നിന്ന് അദ്ദേഹത്തെ ഏതെങ്കിലും ടീമുകൾ എടുക്കണം, അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ മാത്രമേ ഇവിടെ കളിക്കാൻ പറ്റൂ. പക്ഷേ വാർത്തകൾ കണ്ടാൽ അദ്ദേഹം ഈ IPL തന്നെ കളിക്കുമെന്ന മട്ടിലാണ്. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് എന്ന് മനസ്സിലാക്കുക. ആമിറിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് വേസ്റ്റ് ആക്കപ്പെട്ട ഒരു ടാലൻറ്റ്, അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ മത്സരമൊക്കെ കണ്ടത് ഇന്നലെ എന്ന പോലെ ഇന്നും മനസ്സിലുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ വിവാദമായിട്ടുള്ള ടെസ്റ്റ് പരമ്പര, ആ കാലഘട്ടങ്ങളിൽ ഇംഗ്ലീഷ് ക്രിക്കറ്റിന് വളരെ ആവേശത്തോടു കൂടി ഞാൻ ഫോളോ ചെയ്തിരുന്നത് കൊണ്ട് ആ ടെസ്റ്റ് സീരീസ് നന്നായിട്ട് കണ്ടിട്ടുള്ളതാണ്. അന്ന് അദ്ദേഹം നോ ബോളുകൾ എറിഞ്ഞതും പ്രശ്നമായതും വിവാദമായതും ഒക്കെ ഇപ്പോഴും ഓർക്കുന്നു. സൽമാൻ ഭട്ട് എന്ന നായകന് ഇതിന് പുറകിൽ വലിച്ച ചരടുകൾ, ആ ഒരു ചരട് വലി എല്ലാവരും അന്ന് ചർച്ച ചെയ്തതാണ്. സൽമാൻ ഭട്ടൊക്കെ അന്ന് കരിയറിൻ്റെ അവസാന ഘട്ടത്തിലാണ്. പക്ഷേ ആമിർ എന്തിനിത് ചെയ്തു എന്നൊരു ചോദ്യമായിരുന്നു. അന്നത്തെ ഒരു നിരീക്ഷണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഭട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിപ്പിക്കാനായില്ലേ, ആമിർ അവൻ എന്തിനിത് ചെയ്തു? കാരണം ക്രിക്കറ്റ് ലോകം തന്നെ അവനുള്ളതായിരുന്നില്ലേ എന്നാണ്. അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു താരം പിന്നെ വിലക്കിൻ്റെ പിടിയിൽ വീഴുന്നു, അത് കഴിഞ്ഞ് തിരികെ വരുന്നു, പിന്നെയും നല്ല രീതിയിൽ പോകാതെ അപ്പോഴും ഇപ്പോഴും ഒക്കെ ആയിട്ട് കളിക്കുന്നു. അങ്ങനെ എവിടെയോ എത്തേണ്ട ഒരു കരിയർ നശിപ്പിച്ചങ്ങ് കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിനനുസരിച്ചുള്ള ഒരു ഇടത്തേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ ഒടുവിൽ ബ്രിട്ടീഷ് പാസ്പോർട്ടുമായിട്ട് IPLൽ വന്ന് വീണ്ടും തൻ്റെ മികവ് അദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുമോ? കാത്തിരുന്ന് കാണാം.